വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതമുണ്ടായതിൻ്റെ വാർഷിക ദിനത്തിൽ പാദ്രി പിയോയ്ക്ക് പഞ്ചക്ഷതമുണ്ടാകുകയും പഞ്ചക്ഷതമുണ്ടായിട്ടുള്ള ആദ്യത്തെ വൈദികനാണ് വിശുദ്ധ പാദ്രി പിയോ. പാദ്രി പിയോയ്ക്ക് പഞ്ചക്ഷതമുണ്ടായ കാര്യം ആ നാട്ടിലെല്ലാവരും അറിഞ്ഞു. അനേകം പേര് പാദ്രി പിയോയെ കാണുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി വരും. ജനത്തിരക്കും ഗതാഗത കുരുക്കും കാരണം പോലീസ് നന്നായി കഷ്ടപ്പെടുകയാണ്. അങ്ങനെ പാദ്രി പിയോയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പാദ്രി പിയോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് കമ്മീഷണർ വരുമ്പോൾ ജന്മന സംസാരിക്കാത്ത ചെവി കേൾക്കാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരമ്മ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് സംസാരിക്കത്തില്ല, ചെവിയും കേൾക്കത്തില്ല. പാദ്രി പിയോ പ്രാർത്ഥിച്ചാൽ ഇത് രണ്ടും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പാദ്രി പിയോ ആ കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ പേരറിയാവോ? ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാത്ത ചെവി കേൾക്കാത്ത ആ കുഞ്ഞ് പറഞ്ഞു, പാദ്രി പിയോ അല്ലേ? ഇത് കേട്ട് നിന്ന് ആ കമ്മീഷണർക്ക് വലിയ അത്ഭുതമായി. അദ്ദേഹത്തോട് പാദ്രി പിയോ ചോദിച്ചു, അങ്ങ് എന്തിനാണ് വന്നത്? ഈ കമ്മീഷണർ പറയാണ്, ഞാനൊന്ന് കുമ്പസാരിക്കാൻ വന്നതാണ്. അറസ്റ്റ് ചെയ്യാൻ വന്ന ഈ കമ്മീഷണർ കുമ്പസാരിച്ച് പോയി എന്നാണ് പാദ്രി പിയോയുടെ പുസ്തകത്തിൽ പറയുന്നത്.